ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും ഗോപുരമായി തല ഉയർത്തി നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് കർണാടകയിൽ. കർമ്മത്തിലും വിശ്വാസത്തിലും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായി തുടരുന്ന ഈ പട്ടികയിൽ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും വിശ്വാസങ്ങളുമുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തെപ്പറ്റി അത്ര ശുഭകരമായ വാർത്തകളല്ല ഈയിടെയായി മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. എന്നാൽ ഒരു കാലഘട്ടത്തിലെ ആത്മീയ കേന്ദ്രമായിരുന്ന ഇവിടത്തെ പറ്റിയുള്ള ചരിത്രവും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. സ്വാഗതം. കർണാടകയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഹൈന്ദവ ആരാധനാലയങ്ങളിലൊന്നാണ് മഞ്ജുനാഥ ക്ഷേത്രം. ശിവലിംഗത്തിൽ മഞ്ജുനാഥേശ്വരനായി ശിവനെ ആരാധിക്കുന്ന ഇപ്പോഴുള്ള ക്ഷേത്രത്തിന് 800 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഭാരതത്തിലെ തന്നെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ ഇവിടം നേത്രാവതി പുഴക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യനഗരിയിലൂടെ ഒഴുകുന്ന നേത്രാവതി പുഴ പുണ്യനദിയായാണ് വിശ്വാസികൾ കണക്കാക്കി പോരുന്നത്. ക്ഷേത്ര ഐതിഹ്യം. ക്ഷേത്രത്തെക്കുറിച്ചും ഇതിന്റെ സ്ഥാപനത്തെക്കുറിച്ചുമെല്ലാം നിരവധി വിശ്വാസങ്ങളും കഥകളും പ്രചാരത്തിലുണ്ട്. 800 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ബെൽത്തങ്ങാടിയിലെ ഗ്രാമമായ മലർമാടിയിലെ കുടുമ എന്നാണ് ധർമ്മസ്ഥല അറിയപ്പെട്ടിരുന്നത്. അവിടെ ജൈനന്മാരുടെ നേതാവായിരുന്ന ബർമണ്ണ പെർഗഡയും ഭാര്യ അമ്മു ബല്ലാൽത്തിയും നെല്ലിയാടി വീട് എന്ന വീട്ടിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ ഇവരുടെ ഭവനത്തിൽ മനുഷ്യരൂപം ധരിച്ച് ധർമ്മത്തിന്റെ കാവൽ മാലാഖമാർ ധർമ്മം അനുഷ്ഠിക്കുന്നത് തുടരാനും അത് പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു സ്ഥലം തേടിയെത്തി. എന്നാൽ വന്നത് ധർമ്മത്തിന്റെ കാവൽ ദൈവങ്ങളാണെന്ന് മനസ്സിലാകാതെ വളരെ ഉചിതമായ രീതിയിൽ തന്നെ ബർമണ്ണ പെർഗഡയും ഭാര്യയും അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഈ ധർമ്മദൈവങ്ങൾ പെർഗഡയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ സന്ദർശിച്ചതിന്റെ ഉദ്ദേശം വിശദീകരിക്കുകയും ദൈവ ആരാധനയ്ക്കായി അവരുടെ വീട് ഒഴിഞ്ഞുകൊടുക്കാനും ധർമ്മപ്രചാരണത്തിനായി അവരുടെ ജീവിതം ഒഴിഞ്ഞുവെക്കാനും നിർദ്ദേശിച്ചു. മറുചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ പെർഗഡെ നെല്ലിയാടി വീട് ഒഴിഞ്ഞുകൊടുത്തിട്ട് സ്വന്തമായി മറ്റൊരു വീട് പണിതു. അന്നു മുതൽ നെല്ലിയാടി വീടിലാണ് ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത്. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ധർമ്മദൈവങ്ങൾ വീണ്ടും പെർഗഡയുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവരുടെ ആവശ്യം കാലരാഹു, കളർകായി, കുമാരസ്വാമി, കന്യാകുമാരി എന്നീ 4 ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിനായി പ്രത്യേകം ആരാധനാലയങ്ങൾ പണിയുക എന്നതായിരുന്നു. ഇതിന്റെ ചുമതലകൾക്കും നടത്തിപ്പിനുമായി മറ്റ് 6 പേരെ തിരഞ്ഞെടുക്കുവാനും അവർ പെർഗഡയോട് ആവശ്യപ്പെട്ടു. പകരമായി അവർ വാഗ്ദാനം ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള പൂർണ്ണ സംരക്ഷണമായിരുന്നു. അങ്ങനെ ക്ഷേത്രം നടത്തിപ്പിനായി വന്ന പുരോഹിതന്മാർ പ്രാദേശിക ദൈവങ്ങളുടെ അരികിൽ ഒരു ശിവലിംഗം സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ മംഗലാപുരത്തിനടുത്തുള്ള കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്നെത്തിയ ശിവലിംഗമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം. ശിവന്റെ തന്നെ ഒരു ഭാവമാണ് മഞ്ജുനാഥൻ. മഞ്ജു എന്നാൽ മഞ്ഞ് എന്നും നാഥ എന്നാൽ പ്രഭു എന്നുമാണ് അർത്ഥം. ഭഗവാൻ ശിവൻ കൈലാസ പർവ്വതത്തിൽ വസിക്കുന്നതിനാലും ഹിമാലയ പർവ്വതങ്ങളുടെ അധിപനായതിനാലും അദ്ദേഹത്തെ മഞ്ജുനാഥൻ എന്ന് വിളിക്കുന്നു. ലോകത്ത് മറ്റൊരിടത്തും കാണുവാൻ സാധ്യതയില്ലാത്ത ക്ഷേത്ര നടത്തിപ്പാണ് ഇവിടെയുള്ളത്. ശിവക്ഷേത്രമായ ഇവിടെ ശിവന് ദിവസവും പൂജകൾ നടത്തുന്നത് വൈഷ്ണവ ഭക്തരായ മാധവ ബ്രാഹ്മണന്മാരാണ്. മാത്രമല്ല ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ജൈന മതസ്ഥരുമാണ്. ബർമണ്ണ പെർഗഡയുടെ വംശപരമ്പരയിൽപ്പെട്ട ജൈന മതസ്ഥരാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ നടത്തിപ്പുകാർ. ഇത്തരത്തിലുള്ളൊരു രീതി ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് നടക്കാറുള്ളത്. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ ഉടുപ്പിയിലെ വാദിരാജസ്വാമി ഇവിടെ ശിവലിംഗം സ്ഥാപിക്കുന്നു. വാദിരാജസ്വാമി തന്റെ യോഗശക്തിയിലൂടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ചരിത്രമനുസരിച്ച് ഈ സ്ഥലത്തിന് ധർമ്മസ്ഥല എന്ന് പേരിട്ടത് വാദിരാജസ്വാമിയാണ്. മതത്തിന്റെയും ദാനത്തിന്റെയും വാസസ്ഥലം എന്നാണ് ഇതിന്റെ അർത്ഥം. ധർമ്മസ്ഥലയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഉത്സവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാശിവരാത്രി. ഭക്തർ അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസം ക്ഷേത്രത്തിൽ വിപുലമായ പൂജകളും ഭക്തരുടെ വൻ പ്രവാഹവുമാണ് നടന്നുവരുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആഘോഷം കാർത്തിക മാസത്തിൽ നടക്കുന്ന ലക്ഷദീപോത്സവമാണ്. ഈ സമയത്ത് 1,00,000 ദീപങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റിലുമായി തെളിയിക്കും. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കുവാനായി ഉത്സവകാലത്ത് ഇവിടെ എത്തുന്നു. ഇവിടുത്തെ അന്നദാനവും കേൾവി കേട്ടതാണ്. 50,000 ആളുകൾക്ക് വരെ ഇവിടെ ഭക്ഷണം നൽകുവാൻ സാധിക്കും. സാധാരണയായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലാണ് ഭക്തന്മാർ തങ്ങളുടെ മുടി മുറിച്ചു നൽകുന്നത്. അതുപോലെ തന്നെ വൈഷ്ണവ പാരമ്പര്യം അനുസരിച്ചും ഭക്തർ തങ്ങളുടെ മുടി ഭഗവാന് സമർപ്പിക്കാറുണ്ട്. ഇവിടുത്തെ പൂജാരിമാർ വൈഷ്ണവരായതിനാലായിരിക്കാം ഇവിടെയും വൈഷ്ണവ പാരമ്പര്യം അനുസരിച്ച് അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമായി ഭക്തർ തങ്ങളുടെ മുടി ഭഗവാന് സമർപ്പിക്കുന്നു. അതിനായി ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെയുടെ നേതൃത്വത്തിൽ ഒരു വലിയ കേന്ദ്രീകൃത മുടിവെട്ട് സംവിധാനം ക്ഷേത്രവുമായി അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണം
ബാഹുബലി പ്രതിമ അഥവാ ഗോമതേശ്വര പ്രതിമയാണ്. 1973 ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച ബാഹുബലി ഭഗവാന്റെ ഒരു പ്രതിമ മഞ്ജുനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ചെറിയ കുന്നിൽ സ്ഥാപിക്കുകയുണ്ടായി. ഈ പ്രതിമയ്ക്ക് 39 അടി ഉയരവും 13 അടി വീതിയും ഏകദേശം 175 ടൺ ഭാരവുമുണ്ട്. കർണാടകയിൽ തന്നെ കല്ലിൽ തീർത്ത 5 ബാഹുബലി പ്രതിമകളിലൊന്നാണ് ധർമ്മസ്ഥലയിലേത്. ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയാനായി അവിടെ ഒരു മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട്, മഞ്ജുഷ മ്യൂസിയം. മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ സന്ദർശിച്ചിരിക്കേണ്ട മറ്റൊരു സ്ഥലം തന്നെയാണ് മഞ്ജുഷ മ്യൂസിയം. ക്ഷേത്രത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന മ്യൂസിയത്തിൽ വാളുകൾ, പഴയ ക്യാമറകൾ, കവചങ്ങൾ എന്നിവയുടെ കമനീയമായ ശേഖരമുണ്ട്. വിന്റേജ് കാറുകളുടെ അവിശ്വസനീയമായ ഒരു ശേഖരവും ഇവിടെയുണ്ട്. മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 65 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലേക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഈ പ്രശസ്തമായ പുരാതന ക്ഷേത്രം ഈയിടെയായി വാർത്തകൾ നിറയുന്നത് കുറച്ചു വർഷങ്ങളായി അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്ന ആരോപണം പൊങ്ങി വരുമ്പോഴാണ്. 1995 മുതൽ 2014 വരെ ക്ഷേത്ര ഭരണകൂടത്തിന്റെ ശമ്പളക്കാരനായിരുന്ന ഒരു മുൻ ശുചീകരണ തൊഴിലാളി വളരെയധികം സ്വാധീനമുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കത്തിച്ചുവെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞയിടത്തു നിന്നും ചില അസ്ഥികൂടങ്ങളും കുഴിച്ചെടുത്തിട്ടുണ്ട്. ജൂൺ 3-നാണ് അദ്ദേഹം രേഖാമൂലം പരാതി പോലീസിന് നൽകുന്നത്. അതിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതും വസ്ത്രങ്ങളോ അടിവസ്ത്രങ്ങളോ ഇല്ലാതെയായിരുന്നു. ചിലതിൽ ലൈംഗിക അതിക്രമത്തിന്റെയും അക്രമത്തിന്റെയും വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. മുറിവുകളോ ശ്വാസം മുട്ടിച്ചതോ ആയതുപോലെയാണ് തോന്നിപ്പിക്കുന്നത്. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ 100-ലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ അദ്ദേഹം കനത്ത പോലീസ് സംരക്ഷണത്തിൽ കോടതിയിൽ ഹാജരായി. ശരീരം തല മുതൽ കാൽ വരെ പൊതിഞ്ഞ് കണ്ണുകൾക്ക് മുകളിൽ ഒരു സുതാര്യമായ സ്ട്രിപ്പ് മാത്രം ഇട്ടുകൊണ്ട് അദ്ദേഹം വഴികാട്ടാൻ സഹായിച്ചു. 1998-നും 2014-നും ഇടയിൽ ലൈംഗികമായി ആക്രമിക്കപ്പെട്ട 100-ലധികം കൊലപാതക ഇരകളെ, അവരിൽ പലരും സ്ത്രീകളെ, തന്നോട് ഉപേക്ഷിക്കാൻ നിർബന്ധിതനാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ധർമ്മസ്ഥല പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള മഞ്ജുനാഥ ക്ഷേത്രം അതീവ സ്വാധീനമുള്ള ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായതിനാലാണ് ഈ പതിറ്റാണ്ടുകളുടെ നിശബ്ദത എന്നാണ് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത്. കുറ്റവാളികളിൽ ചിലർക്ക് ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധമുണ്ടെന്നും ഈ ശുചീകരണ തൊഴിലാളി അവകാശപ്പെടുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് വരുന്നവരിൽ സ്ത്രീകളിൽ പലരും തിരികെ പോകുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. 2012-ലെ സൗജന്യ ബലാത്സംഗ കൊലപാതക കേസിൽ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് നീളുന്ന ചില തെളിവുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പരാതിപ്പെട്ടിരുന്ന പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നതും ദുരൂഹമായി തുടരുന്നു. ധർമ്മസ്ഥലയിലെ കൂട്ടശവസംസ്കാരങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം SIT വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി തുടരുകയാണ്. നീതിയുക്തവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്തണമെന്ന അപ്പീലിൽ 2 മുതിർന്ന അഭിഭാഷകർ ഔദ്യോഗികമായി പങ്കുചേരുകയുണ്ടായി. 2003-ൽ ധർമ്മസ്ഥലയിലേക്കുള്ള കോളേജ് യാത്രയ്ക്കിടെ കാണാതായ 1-ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ കുടുംബത്തിൽ നിന്നും പ്രതിഷേധവുമായി അമ്മ ഇപ്പോഴും സമരരംഗത്തുണ്ട്. CBIയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ 60 വയസ്സുള്ള സുജാത ഭട്ട് ജൂലൈ 15-ന് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു പരാതി നൽകുകയുണ്ടായി. ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷ്യപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന തിരിച്ചറിയപ്പെടാത്ത ഇരകളിൽ തന്റെ മകളും ഉൾപ്പെട്ടിരിക്കാമെന്ന് ഈ അമ്മ കരുതുന്നു. അദ്ദേഹം തന്റെ പരാതിയിൽ പറയുന്നത്, അവർ പറയുന്നത് അനുസരിക്കാൻ വിസമ്മതിച്ചാൽ കൊല്ലുമെന്നവർ പതിവായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ നിന്നെ കഷ്ണങ്ങളാക്കും, നിന്റെ ശരീരവും മറ്റുള്ളവരെ പോലെ കുഴിച്ചിടും എന്നാണ് സൂപ്പർവൈസർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതെന്ന് ശുചീകരണ തൊഴിലാളി സാക്ഷ്യപ്പെടുത്തുന്നു. 2010-ൽ കല്ലേരിയിലെ ഒരു പെട്രോൾ ബങ്കിന് സമീപം 12-നും 15-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ അടക്കം ചെയ്യാൻ നിർബന്ധിതനാക്കി എന്നും അദ്ദേഹം പറയുന്നു. പെൺകുട്ടിയുടെ മൃതദേഹം സ്കൂൾ യൂണിഫോമിൽ അണിഞ്ഞിരുന്നു. പാവാടയും അടിവസ്ത്രവും കാണാതെയായി. അക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ചതിന്റെയും പാടുകളുണ്ടായിരുന്നു. മറ്റൊരു സംഭവത്തിൽ 20 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുകയും ശരീരം പത്രത്തിൽ പൊതിഞ്ഞ് ഡീസൽ ഉപയോഗിച്ച് കത്തിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ എന്തുകൊണ്ട് ഈ ശുചീകരണ തൊഴിലാളി പിന്നീട് അവിടെ തുടർന്നില്ല എന്നത് മറ്റൊരു ദുരൂഹതയാണ്. അതിന് അദ്ദേഹം പറയുന്ന വിവരണം ഇങ്ങനെയാണ്: 2014 ഡിസംബറിൽ ധർമ്മസ്ഥലയിലെ സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ
സൂപ്പർവൈസർമാരിൽ ഒരാൾ മൃഗീയമായി ഉപദ്രവിച്ചു. അതറിഞ്ഞ ശുചീകരണ തൊഴിലാളി അന്ന് രാത്രിയിൽ അവിടെ നിന്ന് ഓടിപ്പോയി. അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം ആഴത്തിലുള്ള കുറ്റബോധവും നീതി തേടിയുള്ള ദൃഢനിശ്ചയവും മൂലം ജീവൻ പണയപ്പെടുത്തി താൻ തിരിച്ചെത്തിയതാണെന്നും അയാൾ പറയുന്നു. അസ്ഥികൂട അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത ശേഷം വിശ്വാസ്യത സ്ഥാപിക്കുന്നതിനായി അയാൾ തന്റെ ആധാർ കാർഡും പഴയ തന്റെ ID കാർഡും ഫോട്ടോകൾ സഹിതം പോലീസിന് സമർപ്പിച്ചതായി പരാതിക്കാരൻ പറയുന്നു. ചില ശവസംസ്കാരങ്ങൾ വിശുദ്ധ നേത്രാവതി നദിയുടെ തീരത്താണ് നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു. മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെ കിടക്കുകയും പെട്ടെന്ന് അഴുകുകയും ചെയ്യുന്നുവെന്നതാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതിന്റെ പ്രധാന കാരണം. നിലവിൽ ഭരണം നടത്തുന്ന ഹെഗ്ഡെ കുടുംബത്തിന്റെ നേതാവായ വീരേന്ദ്ര ഹെഗ്ഡെ രാജ്യസഭാ MP ആയി ഇവിടെ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളാണ്. ഇദ്ദേഹത്തിന്റെ പരാതിയെ തുടർന്ന് ദക്ഷിണ കന്നഡ പോലീസ് ജൂലൈ 4-ന് BNS സെക്ഷൻ 211A പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞ് ജൂലൈ 13-ന് ബൽത്തങ്ങാടിയിലെ പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജിയുടെയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെയും മുൻപാകെ മൊഴി രേഖപ്പെടുത്താൻ ഹാജരായ അദ്ദേഹം ശരീരം മുഴുവൻ മൂടിയാണെത്തിയത്. പെൺമക്കളെ കാണാനില്ലെന്ന പരാതി കൊടുക്കാനായി പലപ്പോഴും പോലീസ് സ്റ്റേഷനിലെത്തുന്ന മാതാപിതാക്കളെ പരാതി നൽകാൻ ശ്രമിക്കുമ്പോൾ പിരിച്ചുവിടുകയോ ഭീഷണിപ്പെടുകയോ ചെയ്യുന്നതായി കുടുംബങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനുദാഹരണമാണ് അനന്യ ഭട്ടിന്റെയും സൗജന്യയുടെയും കുടുംബം. അതിനെ സാധൂകരിക്കും വിധം അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് പറയുന്നത് ഇങ്ങനെയാണ്. തന്റെ മകളെ കാണാനില്ല എന്ന പരാതി കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന അവരോട് പോലീസുകാർ പറയുന്നത് മകൾ ഒളിച്ചോടിയതാകാമെന്നതാണ്. തുടർന്ന് അവർ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയെയും സഹോദരൻ ശ്രീ ഹർഷേന്ദ്രകുമാറിനെയും സമീപിച്ചെങ്കിലും അവർ സുജാത ഭട്ടിനെ അധിക്ഷേപിക്കുകയും അവരോട് കടന്നു പോകാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. താൻ പറയുന്ന വാക്കുകളുടെ വസ്തുത പരിശോധിക്കുന്നതിനായി അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണെന്നും സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. താൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയയാകുമ്പോൾ അതുപോലെ തന്നെ ഈ ആരോപണങ്ങൾ നിരസിക്കുന്ന ഹെഗ്ഡെയും ഹർഷേന്ദ്രകുമാറും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും അവർ പറയുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ മേധാവി നാഗലക്ഷ്മി ചൗധരി ജൂലൈ 14-ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചു. കാണാതായ വ്യക്തികളെയോ മരണങ്ങളെയോ കുറിച്ച് കുടുംബങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് പലപ്പോഴും വേണ്ടത്ര പ്രതികരിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ അവർ ഉയർത്തിക്കാട്ടുന്നു. ജൂലൈ 16-ന് ഒരു കൂട്ടം അഭിഭാഷകർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു. സിറ്റിംഗ് ജഡ്ജിയുടെയോ വിരമിച്ച ജഡ്ജിയുടെയോ മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷണം നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. SITയുടെ തലവനായി ADGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക, ഒരു സമർപ്പിത FSL ടീമിനെ ഉൾപ്പെടുത്തുക, അന്വേഷണത്തിന്റെ വീഡിയോ റെക്കോർഡിംഗ്, സമഗ്രമായ വിശകലനം ഉൾപ്പെട്ട എല്ലാവരുടെയും സ്ഥാനം പരിഗണിക്കാതെ ഉടനടി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക എന്നിവ അവർ ആവശ്യപ്പെടുന്നു. ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് വളരെ സ്വാധീനമുള്ള അതിശക്തരായ വ്യക്തികളുടെ പങ്കാളിത്തത്തിലേക്ക് ദുഃഖകരമായ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നുവെന്ന് അഭിഭാഷകർ സിദ്ധരാമയ്യയ്ക്ക് അയച്ച മെമ്മോറാണ്ടത്തിൽ പറഞ്ഞതായി PTI റിപ്പോർട്ട് ചെയ്യുന്നു. വർഷങ്ങളുടെ ഭയത്തിനും ഭീഷണിക്കും ശേഷം ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ ആക്ടിവിസ്റ്റുകളെയും കുടുംബങ്ങളെയും നിയമവിദഗ്ധരെയും ഉത്തേജിപ്പിച്ചിരിക്കുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പ്രത്യേക കുറ്റവാളികളുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ശക്തരായ വ്യക്തികളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ BNSന് കീഴിൽ സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ധർമ്മസ്ഥലയിൽ കൂട്ട ശവസംസ്കാരം നടന്നുവെന്ന മുൻ ശുചിത്വ തൊഴിലാളിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് BJP MLA അരവിന്ദ് ബെല്ലാട്ട് പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിപുരാതനവും ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുമായ ഒരു പുണ്യസ്ഥലം തന്നെയായിരുന്നു ധർമ്മശാല. അങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടുപിടിക്കപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയേണ്ട ആരാധനാലയങ്ങൾ സ്വയം പാപഭൂമിയാകാതിരിക്കട്ടെ. ഇങ്ങനൊരു അതിദാരുണമായ സംഭവം അങ്ങനെയൊരു പുണ്യസ്ഥലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾ തീർച്ചയായും നിയമത്തിന്റെ പരമോന്നത ശിക്ഷ സ്വീകരിക്കേണ്ടവർ തന്നെയാണ്. എന്താണ് ഈ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്